ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു യൂട്യൂബ് കണ്ടന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രീതിയിലുള്ള സഹകരണം പ്രതീക്ഷിക്കുകയാണ്. കണ്ടന്റിലേക്ക് വരുവാണെങ്കിൽ ചെൽസിയാണ് വിഷയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എൻഡേഴ്സൺ ആൻഡ് വെൽബാക്ക് രണ്ടുപേരുടെയും ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ട് പ്ലെയർ വന്നതുകൊണ്ട് അത് ടീമിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും, അത് ഏതൊക്കെ രീതിയിലാണ് ബാക്കിയുള്ള പ്ലെയേഴ്സിന് ഇമ്പാക്റ്റ് ആവുക എന്നുള്ള കാര്യമാണ്. ആദ്യം നമുക്ക് വെൽബാക്കിൻ്റെ കാര്യം പറയാം. വെൽബാക്ക് വരുന്നത് ഒരു സെക്കൻഡ് ചോയ്സ് സ്ട്രൈക്കറായിട്ടാണ് ചെൽസിയിൽ. അപ്പം സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ചോയ്സ് ജാവോ പെട്രോ ആണ്, അൺടച്ചബിൾ ആണ്. പിന്നെ ബാക്കിയുള്ള സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞിരിക്കുമെങ്കിൽ ഡെലാപ്പ് വരുന്നുണ്ട്, മാർഗ്യൂയി വരുന്നുണ്ട്, ജാക്സൺ വരുന്നുണ്ട്, എമേഗ വരുന്നുണ്ട്. എന്തായാലും ഒരു സീസൺ മുഴുവൻ നമുക്ക് ഈ രണ്ടുപേരെ വെച്ച് മാത്രം ഓടിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞെങ്കിൽ അത് സീസണിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു തേർഡ് ചോയ്സ് സ്ട്രൈക്കർ കൂടി ചെൽസി നിലനിർത്തുന്നതാണ്. എല്ലാവരെയും സോൾവ് ചെയ്യുമോ അല്ലെങ്കിൽ ലോൺ ഔട്ട് ചെയ്യുമോ എന്ന് കരുതുന്നില്ല. ഒരാൾ എന്തായാലും നിലനിർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആരായിരിക്കും എന്നുള്ളതാണ് വീഡിയോയിൽ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് അതിന് മുന്നേ എനിക്ക് തോന്നുന്നു പറയേണ്ട ഒരു കാര്യം, ചാവിയുടെ ഒരു പ്രിഫേർഡ് സ്ട്രൈക്കർ ചോയ്സ്, ഏത് രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് പുള്ളി സ്ട്രൈക്കറായിട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ചാബിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പൊസിഷനൊക്കെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ലിങ്ക് പ്ലേയിൽ അത്യാവശ്യം നന്നായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള, പെനാൽറ്റി ബോക്സിൻ്റെ ഔട്ട് സൈഡ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ചാബി സാധാരണഗതിയിൽ ഒരു സ്ട്രൈക്കറായിട്ട് ചൂസ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സിനെ നോക്കാം. ഒന്നാമത്തെ ആൾ മാർഗോയാണ്. മാർഗോയി എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു പെനാൽറ്റി ഇൻസൈഡ് ദ പെനാൽറ്റി ബോക്സ് സ്ട്രൈക്കറാണ്. കാര്യം പുള്ളിയുടെ പെനാൽറ്റി ബോക്സിന് ഉള്ളിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ പുള്ളി ലാക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പുള്ളി അത്ര ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്ലെയർ ഒന്നുമല്ല. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരുപാട് സർവീസ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഗോൾ അടിക്കുക എന്നുള്ളൊരു സെറ്റപ്പുള്ള പ്ലെയറാണ്. സ്വാഭാവികമായിട്ടും പുള്ളി ചാബിയുടെ സിസ്റ്റത്തിന് പറ്റിയൊരു പ്ലെയർ അല്ല. മോസ്റ്റ് പ്രോബബ്ലി പുള്ളിനെ സെല്ല് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ ലോൺ ഔട്ട് ആയാലും ലോണിൽ എന്തായാലും പുള്ളി പോകുന്നുള്ള ഒരു ഉറപ്പാണ്. സെല്ല് ചെയ്താലും പെടാത്ത ഒരു കേസാണ് മാർഗോയുടെ കാര്യം പറയുമ്പോൾ. പിന്നുള്ളത് നമ്മുടെ ഡെലാപ്പാണ്. ഡെലാപ്പിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരുപാട് സഹതാപമുള്ള ഒരു പ്ലെയറാണ്. കാര്യം പുള്ളി കഴിഞ്ഞ സീസണിൽ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു. നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല. കൊടുത്ത ചാൻസ് ഒന്നും പുള്ളി മുതലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ചെൽസിയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് കരുതിയ ഒരു പ്ലെയറായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, പുള്ളി ഡെലാപ്പ് അല്ലെങ്കിൽ വെൽബാക്കിൻ്റെ ഒരു സെയിം പ്രൊഫൈലാണെന്നുള്ളതാണ്. വെൽബാക്കിന് നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത സ്ഥിതിക്ക് ഡെലാപ്പിനെ നമ്മൾ ഈ ടീമിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മിക്കവാറും ഡെലാപ്പിന് എനിക്ക് തോന്നുന്നത് ലോൺ ഔട്ട് ചെയ്യാനാണ് സാധ്യത. അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഓഫർക്ക് പെർമനൻറ്റ് സെയിലിന് വരികയാണെങ്കിൽ അതും കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് എമേഗ. എമേഗയുടെ കാര്യം പറയുമ്പം പുള്ളി ഏരിയയിൽ അത്യാവശ്യം നല്ല ഒരു പ്ലെയറാണ്, നല്ല പ്രസൻസ് ഉള്ള ഒരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല ഫിസിക്കലായിട്ടുള്ള പ്ലെയറാണ്. ഡീസൻ്റായിട്ട് പ്രസ് ചെയ്യും പുള്ളി. അത്യാവശ്യം നല്ല പുള്ളിയുടെ സൈസ് വെച്ചിട്ട് പുള്ളി ഡീസൻ്റായിട്ട് പ്രസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ പുള്ളിയുടെ ഏറ്റവും വലിയ സീൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പുള്ളി അത്ര പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് സീനാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ വേറൊരു കേസ് പറയുന്നത് പുള്ളി ലിങ്ക് പ്ലേയിലും അത്ര അടിപൊളിയല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് പ്രീമിയർ ലീഗിലേക്ക് ഈ ഇടയ്ക്ക് വരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു റിസ്ക്കും പുള്ളിനെ നിലനിർത്തിയാൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്ലെയർ നമ്മുടെ സ്വന്തം മൈക്കിൾ ജാക്സനാണ്. ജാക്സന്റെ കാര്യം പറയുമ്പം ഞാൻ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ജാക്സനാണ്. അതായത് അടുത്ത സീസണിൽ നമുക്കുള്ളൊരു ടൈറ്റിൽ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്ററായിട്ട് മാറണമെങ്കിൽ നമുക്ക് ജാക്സനെ നിലനിർത്തിയേ പറ്റുള്ളൂ. കാര്യം ജാക്സനാണ് ചാബിക്ക് പറ്റിയ എക്സാക്ട് പ്ലെയർ. ചാബിക്ക് ഒരു സ്ട്രൈക്കറിൽ ചാബി കാണുന്ന കുറേ ക്വാളിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെല്ലാം അതുപോലുള്ളൊരു പ്ലെയറാണ് ജാക്സൺ. പക്ഷേ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജാക്സൺ ഒരു സെക്കൻഡ് ഫിഡിലായിട്ടോ തേർഡ് ഫിഡിലായിട്ടോ കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പോരാത്തതിന് പുള്ളി ഓൾറെഡി ആസ്റ്റൺ വില്ലയായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. അപ്പം ഡൗൺ ദ ലൈൻ പുള്ളി എന്തായാലും ഒരു ലോണോ അതല്ലെങ്കിൽ ഒരു സെയിൽ തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പ്രിഫേർഡ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ജാവോ പെഡ്രോ, വെൽബാക്ക് ആൻഡ് ജാക്സൺ ആണ്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവാൻ പോകുന്നത് ജാവോ പെഡ്രോ, വെൽബാക്ക് ആൻഡ് എമേഗയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളെ ചോയ്സ് എന്താണെന്നുള്ളത് പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. പിന്നെയുള്ള രണ്ടാമത്തെ പ്ലെയർ ഹെൻഡേഴ്സണാണ്. ഹെൻഡേഴ്സൻ്റെ കേസ് പറയുകയാണെങ്കിൽ പുള്ളി ഒരു അടിപൊളി സൈനിങ് ആണ്. കാര്യം നമ്മുടെ ടീമിന് വേണ്ട ഒരു പ്ലെയറാണ്. പക്ഷേ പുള്ളിയുടെ ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നത് കൂടുതലുണ്ടാവാൻ പോകുന്നത് ഓഫ് ദ പിച്ച് ആയിരിക്കും, മോർ ദാൻ ഇൻ ദ പിച്ച്. കാര്യം പുള്ളി കളിക്കുകയാണെങ്കിലും ഒരുപാട് വീഡിയോസിൽ പലരും കവർ ചെയ്ത കാര്യമാണ്, ഒരു 85-90 മിനിറ്റ്സിൽ വന്നിട്ട് ഗെയിം മാനേജ്മെൻറ്റ് നമ്മൾ ലീഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളെ പ്ലെയേഴ്സിനെയൊക്കെ ഒന്ന് കൂളാക്കി നിർത്താൻ വേണ്ടി ഗെയിം മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രം വരുന്നൊരു പ്ലെയറായിട്ട് മാത്രമേ ഞാൻ പുള്ളിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനപ്പുറം പുള്ളി കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ചാബിക്ക് ഒരു അസിസ്റ്റൻറ്റ് എന്ന നിലയിലും അതല്ലെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സിന് ഒരു മെൻറ്ററൊക്കെ ആയിട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക്
വേറെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക് യു ഗൈസ്.